ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ വരുന്നത്. കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഡേഞ്ചർ റൂൾ. ബി കെയർഫുൾ വിത്ത് ഫുഡ്. സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആരെങ്കിലും ഫുഡ്, അതൊരു ചെറിയ സ്വീറ്റ് ആയിരിക്കാം, അത് ഓഫർ ചെയ്താൽ പാരൻസിനോട് ചോദിക്കാതെ കഴിക്കരുതെന്ന് നിർദ്ദേശം കൊടുക്കുക. ഹോം സ്വീറ്റ് ഹോം. നിങ്ങൾ തിരിച്ചറിയാത്ത ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടാൽ നോ എന്ന് പറയണം. പാരൻസിനെ ഇൻഫോം ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ട്രേഞ്ചർ റൈഡ്സ്. ഒരിക്കലും അപരിചിതരുടെ കൂടെ കാറിൽ കയറുകയോ അവരുടെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോവുകയോ ചെയ്യരുത്. കുട്ടികളെ അത് പറഞ്ഞ് കൃത്യമായി മനസ്സിലാക്കണം. ട്രസ്റ്റ് യുവർ ഫീലിങ്സ്. ഒരു അപരിചിതൻ കാരണം നിങ്ങൾക്ക് അസ്വസ്ഥതയോ ഭയമോ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ വിശ്വസ്തനായ ഒരു മുതിർന്ന വ്യക്തി അന്വേഷിക്കുക, അല്ലെങ്കിൽ സഹായത്തിനായി ഉച്ചത്തിൽ നിലവിളിക്കുക. അപരിചിതരിൽ നിന്നുള്ള സമ്മാനങ്ങൾ. നിങ്ങൾക്ക് നന്നായി അറിയാത്ത ആളുകളിൽ നിന്നുള്ള സമ്മാനങ്ങൾ നിരസിക്കുക. പാരൻസിൻ്റെ അറിവോടുകൂടെ മാത്രം സ്വീകരിക്കുക. സേഫ്റ്റി ഫസ്റ്റ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അപകടം ഉണ്ടെന്ന് തോന്നിയാൽ സ്വയം പരീക്ഷിക്കുന്നതിന് നിയമങ്ങൾ ലംഘിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ചിലപ്പോൾ സ്കൂളിലായിരിക്കാം, പക്ഷേ അവിടെ നിശബ്ദമായി നിൽക്കേണ്ട ആവശ്യമില്ല, ഉറക്കെ വിളിക്കുക. സീക്രട്ട് കോഡ്. ഒരു സീക്രട്ട് കോഡ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. ഇനി നമുക്കിപ്പോൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഉറക്കെ നിലവിളിക്കാൻ പറ്റില്ലെങ്കിൽ പാരൻസിന് ഇൻഫോം ചെയ്യാൻ അവർക്ക് പറ്റണം. നോ ദ ബേസിക്സ്. കുട്ടികൾക്ക് അവരുടെ പേര്, വിലാസം, ഫോൺ നമ്പർ എന്നിവ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുക. ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ കുട്ടികളെ സഹായിക്കും. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. കുട്ടിയുമായി തുറന്ന ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുക. എന്തുണ്ടെങ്കിലും കുട്ടികളോട് ഷൗട്ട് ചെയ്യാതെ കുട്ടികളുടെ കൂടെ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. റോൾ പ്ലേയിങ്. ഇടയ്ക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നീ എന്ത് ചെയ്യും എന്നുള്ള ഒരു റോൾ പ്ലേ നടത്തുക. അത് കുട്ടികളെ ഭയങ്കരമായിട്ട് സഹായിക്കും.